ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബോക്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സമൂസ ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച 2 സവാള ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടിയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം മല്ലിയില കൂടിയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ മസാലയൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 മുട്ട ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സമൂസ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പാൽപമായി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസ് രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മസാല ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. ആദ്യം ഈ ഒരു സൈഡ് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മൈദയുടെ മിക്സ് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മുടെ മൈദയുടെ മിക്സ് തേച്ച് കൊടുത്ത് ഇതുപോലെ അങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മൈദയുടെ മിക്സ് ബാക്കി വരുന്ന 2 സൈഡിലും തേച്ച് കൊടുക്കണം. അതുപോലെ സെൻറ്റർ പോർഷനിലും ഒന്ന് തേച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് എണ്ണ കയറും. ഇനി ഈ ഒരു സൈഡിലും നമ്മുടെ മൈദയുടെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബോക്സും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓരോ എഗ് ബോക്സും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം.
നമ്മുടെ ഈ എഗ് ബോക്സിൻ്റെ ഒരു സൈഡ് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു 2 മിനിറ്റ് വേണം. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബോക്സും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും ഒരു 2 മിനിറ്റ് ആയാലും നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് ബോക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.